നാട്ടിൻപുറങ്ങളിലെ വേലികളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന മുള്ളുമുരിക്ക് ഇന്ന് അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക സമൃദ്ധിയുടെയും നാട്ടുപച്ചപ്പിന്റെയും അടയാളമായിരുന്നു ഈ വൃക്ഷം. കേരളത്തിലെ ഓരോ പുരയിടത്തിന്റെയും അതിരുകളിൽ കാവൽക്കാരെപ്പോലെ നിന്നിരുന്ന മരമായിരുന്നു മുള്ളുമുരിക്ക്. വേലിക്ക് മുരിക്ക്, തടത്തിന് ചാണകം എന്നൊരു ചൊല്ലുതന്നെ കാർഷിക ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ഈ മുള്ളുമരങ്ങൾ പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചാരനിറം കലർന്ന തവിട്ട് നിറത്തിലുള്ള തടിയും അതിൽ നിറയെ കൂർത്ത കറുത്ത മുള്ളുകളുമുള്ളതാണ് മുരിക്ക്. 3 ഇലകൾ വീതമുള്ള കൂട്ടങ്ങളായിട്ടാണ് ഇവ വളരുന്നത്. വേനൽക്കാലത്ത് ഇലകൾ പൊഴിക്കുന്ന ഈ മുരിക്കുമരങ്ങളുടെ ശിഖരങ്ങളിൽ കടും ചുവപ്പ് നിറത്തിലുള്ള മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നത് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലെ മനോഹര കാഴ്ചകളിലൊന്നായിരുന്നു. പഴയകാല കാർഷിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാത്ത ഒന്നായിരുന്നു മുരിക്ക്. ഇതിന്റെ കമ്പുകൾ മുറിച്ചു നട്ടാൽ പെട്ടെന്ന് വേരുപിടിച്ചു വളരുന്നവയായിരുന്നതിനാൽ പറമ്പുകൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്നത് കൂടുതലായും മുരിക്കായിരുന്നു. നിറയെ മുള്ളുകളുള്ളതിനാൽ കന്നുകാലികൾ പറമ്പിലേക്ക് കടക്കുന്നത് തടയാൻ ഇത് സഹായിച്ചിരുന്നു. കുരുമുളക് വള്ളികൾ പടർത്താൻ ഏറ്റവും അനുയോജ്യമായ താങ്ങുമരമായിരുന്നു മുരിക്ക്. ഇതിന്റെ തൊലിയിലെ പരുക്കൻ സ്വഭാവം കുരുമുളകിന്റെ വേരുകൾക്ക് മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സൗകര്യമൊരുക്കിയിരുന്നു. മുരിക്കിന്റെ ഇലകൾ നൈട്രജൻ സമ്പുഷ്ടമാണ്. ഇവ പറമ്പിലെ കുഴികളിലിട്ട് അഴുകിയ ശേഷം മികച്ച ജൈവവളമായി ഉപയോഗിച്ചിരുന്നു. പച്ചിലവളമായി ഇതിന്റെ ഇലകൾ തെങ്ങിൻ തടങ്ങളിലും മറ്റും ഇട്ടിരുന്നു. ആയുർവേദത്തിൽ മുരിക്കിന്റെ തൊലിയും ഇലയും മുറിവുകൾ ഉണങ്ങാനും ചർമ്മരോഗങ്ങൾക്കും മറ്റും മരുന്നായി ഉപയോഗിക്കുമായിരുന്നു. ഇന്ന് നാട്ടിൻപുറങ്ങളിൽ മുരിക്ക് അപൂർവമാണ്. ഗാലീച്ച എന്ന കീടത്തിന്റെ ശല്യം മുരിക്കിന്റെ വംശനാശത്തിന് പ്രധാന കാരണമായി. ഇവയുടെ ലാർവകൾ ഇലകളിൽ വീർപ്പുകൾ ഉണ്ടാക്കുകയും ക്രമേണ മരം ഉണങ്ങി നശിക്കുകയും ചെയ്യും. പണ്ട് ജൈവവേലികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് കല്ലും സിമന്റും കൊണ്ടുള്ള മതിലുകൾ വന്നതും മുരിക്കുമരങ്ങളെ പടിയിറക്കി. കുരുമുളക് പോലുള്ള കൃഷിക്ക് പ്ലാസ്റ്റിക് പൈപ്പുകളും സിമന്റ് തൂണുകളും ഉപയോഗിച്ചു തുടങ്ങിയതോടെ മുരിക്കിന്റെ ആവശ്യം ഇല്ലാതായി. മണ്ണിലെ ഈർപ്പം നിലനിർത്താനും പ്രകൃതിദത്തമായ ജൈവവളം നൽകാനും മുരിക്കിന് കഴിഞ്ഞിരുന്നു. തടിക്ക് ഉറപ്പില്ലാത്തതിനാൽ വീട് നിർമ്മാണത്തിനോ ഫർണിച്ചറിനോ ഉപയോഗിക്കാൻ കഴിയില്ല എന്നതിനാൽ മുരിക്കുമരങ്ങൾ നട്ടുവളർത്താൻ ആർക്കും താൽപ്പര്യമില്ലാതായി. പ്രകൃതിയുമായി ഇണങ്ങിനിന്ന പഴയകാല കൃഷിരീതിയുടെ ഭാഗമായിരുന്ന മുരിക്ക് അങ്ങനെ കാർഷിക ഗ്രാമങ്ങളിൽ നിന്ന് പടിയിറങ്ങി.